ഹലോ ഗായ്സ്, ഇത് നിങ്ങൾ നോക്ക്. ഞാൻ ഈ റൂമിൻ്റെ അകം തൂക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം നമ്മുടെ സെലിബ്രിറ്റി ചാടി കയറി ബെഡിലിരിക്കുന്നതുണ്ട്. എന്തൊരു ചെയ്യണം ഇവനെ ഞാൻ. ആ കൊതുവലയാണെങ്കിൽ മൊത്തത്തിൽ ഇതുണ്ട് കീറി കീറി വെച്ചിരിക്കുക, മുഴുവൻ കീറി. എന്നിട്ട് ഞാൻ നൂലൊക്കെ ഇട്ട് തച്ച് വെച്ചിട്ടാണ്. ഇപ്പം പുറത്ത് ഒറ്റ കൊതുകില്ല, കൊതുവലയ്ക്കകത്താണ് മുഴുവൻ കൊതുക്. നേരം വെളുക്കുമ്പോഴത്തേന് എൻ്റെ ബ്ലഡ് മുഴുവനും കൊതുക് കുടിച്ച് ഇപ്പം എൻ്റെ ശരീരത്തിൽ ബ്ലഡില്ല. എൻ്റെ ലക്കി ബേബിയുടെ കാര്യം എങ്ങനെയാണ്? നിങ്ങൾക്ക് വേറൊരു കാര്യം കേൾക്കണം ഗൈസ്. കാലത്തെ ഞാൻ ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേന് എഴുന്നേറ്റ്. എന്നിട്ട് ഫ്രണ്ട് ഡോറ് തുറക്കുമ്പോൾ തന്നെ ഇവൻ ഇറങ്ങി പോകും. 1-നും 2-നും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ടെറസിലേക്ക് ഓടി പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഒരു 5 മിനിറ്റ് ആയില്ല, അതിന് മുമ്പ് ഓടി പെരക്കകത്തോട്ട് തിരിച്ച് കയറി പോകുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എന്ത് പതിവില്ല അങ്ങനെ കാണിക്കുന്നതേ. അപ്പം ഞാൻ പുറകെ വന്ന് നോക്കിയപ്പോൾ ഇതേപോലെ ബെഡിൽ കയറി കൊതുവലയുടെ പുറത്ത് കയറി ഇങ്ങനെ പമ്മിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി, ഇനി എന്തെങ്കിലും കണ്ടിട്ട് കുഞ്ഞ് പേടിച്ചതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇറങ്ങി നോക്കിയപ്പോഴത്തേന് അപ്പോഴൊരു ചെറുതായിട്ടൊരു ഇടി മുഴങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് ഇടി ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് നേരെ ഓടി വന്ന് ഒളിച്ചിരുന്നതാണ് കക്ഷി. ഇതാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. എന്നാൽ ആരെങ്കിലും കണ്ടാലോ, എന്താ ഒരു ശൗര്യം! ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ കടിച്ച് പറിച്ച് നാശമാക്കും. എന്നാൽ ഒരു ഇടി കേട്ടാലോ, പമ്മി പെരക്കകത്ത് കയറി ഒളിച്ചിരിക്കും. അതാണ് എൻ്റെ കുഞ്ഞ്. ധൈര്യശാലിയായ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ് കൂട്ടുകാരെ ഞാനീ പറയണത്. പിന്നെ ഉപ്പൂപ്പി, ഇവൻ ചെറുതായിരുന്ന സമയം മുതലേ ഞാൻ ഇവനെ ഉപ്പൂപ്പി വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവനെ ഞാൻ പേടിപ്പിക്കുകയായിരുന്നേ. അപ്പോൾ ഇന്ന് കാലത്തെ ഇങ്ങനെ ഇടിമഴപ്പോൾ ഞാൻ പറഞ്ഞു, ഉപ്പൂപ്പി വെടി പൊട്ടിക്കുന്നുണ്ട്, ഇട്ടോ എന്നിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച്. അത് പറയുമ്പോൾ കുഞ്ഞിന് ഭയങ്കര പേടിയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുണ്ടേ അവൻ ഓടിപ്പറിക്കാതെ കയറും. ഇന്നിവിടെ കംപ്ലീറ്റ് മഴയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇടിയും ഒക്കെ ഉണ്ട്. ഇന്നൊരു ശകലം പോലും തോരുന്ന ലക്ഷണം കാണുന്നില്ല. ഇപ്പം ഇത്തിരി മഴ വിട്ട് നിൽക്കുകയാണെങ്കിലും ഇനി നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം ഞങ്ങളുടെ ഓരോരോ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ ലക്കിക്കുട്ടനും ഭയങ്കര സന്തോഷമാണ്. ഇനി ഇവനൊരു കൂട്ട് വേണം ഗൈസ്. അപ്പം ഞാൻ ഇവനെ നമ്മൾ കൊണ്ടുവന്ന വീട്ടിൽ തന്നെ, അതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണേ. അപ്പോൾ അവളുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ്റെ അമ്മ പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന നാളെയൊക്കെ ആയിട്ട് കാണുമായിരിക്കും. അപ്പോൾ ഒരു പെൺകുട്ടിയെ ഇവന് കൂട്ടായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പെൺകുട്ടിക്ക് ഞങ്ങൾ പേര് കിട്ടും മണിക്കുട്ടി. മണിക്കുട്ടി എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ട് നമ്മളിരിക്കുകയാണ്. മിനിഞ്ഞാന്നും ഇന്നലെയൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് ഇട്ടു, മണിക്കുട്ടി വന്നോ. അപ്പോൾ അവരെല്ലാം ഭയങ്കര ചിരി. മണിക്കുട്ടി വന്നില്ല എന്നും പറഞ്ഞു. അപ്പം മണിക്കുട്ടി വരുമ്പോൾ മണിക്കുട്ടിയുടെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കാം. ഇവനിങ്ങനെ ഒറ്റയ്ക്ക് വളരുന്നതുകൊണ്ടാണ് ഇവൻ ഭയങ്കരമായിട്ട് ആരുമായിട്ടും ഒരു ഫ്രണ്ട്ലി അല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവനൊരു കൂട്ടും കൂടിയൊക്കെ ഉണ്ടെങ്കിലേ കുഞ്ഞിനൊരു സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ്, ഇനിയും ഞങ്ങളുടെ ഓരോ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട്, ലക്കി ബേബിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ. അല്ലേ മോനെ? മക്കൾ പറഞ്ഞേ, എല്ലാവരോടും പറഞ്ഞേ, ഞങ്ങളുടെ വീഡിയോ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാ. മണിക്കുട്ടി വരുമ്പം പുതിയ വീഡിയോസൊക്കെ തരാമെന്ന് പറയൂലേ? അപ്പോൾ ശരി ഗൈസ്, ഓക്കേ.